അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വിശുദ്ധ ഖുർആനിലെ വഖഫിന്റെ അടയാളങ്ങളിൽ ജീം എന്ന അടയാളമാണ്. നമ്മൾ പറഞ്ഞതുപോലെ വഖഫിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വഖഫും ഇബ്തിദാവും അഥവാ എവിടെ നിർത്തണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ. ചില പണ്ഡിതന്മാരൊക്കെ തജ്വീദിന്റെ പകുതിയാണ് ആ അറിവ് എന്ന് പോലും പറയാറുണ്ട്. കാരണം ചില സ്ഥലത്ത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലത്ത് എടുത്തു ഓതേണ്ടതുപോലെ എടുത്തു ഓതായിരുന്നാലൊക്കെ അർത്ഥവ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, അതിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏതായാലും ചുരുക്കത്തിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ജീം എന്ന അടയാളമാണ്. ജീം എന്ന അടയാളം അഥവാ വഖഫിന്റെ അടയാളമായിട്ട് ജീം വരുമ്പോൾ അവിടെ ജായിസ് ആണ്, നിർത്തുകയോ ചേർത്ത് ഓതുകയോ ചെയ്യാം. മുകളിലെ പോസ്റ്റിൽ നിങ്ങൾ കാണുന്നുണ്ടാകും, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അങ്ങനെ നിർത്തി ഓതുകയും ചെയ്യാം. അല്ലെങ്കിൽ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അങ്ങനെ ചേർത്ത് ഓതുകയും ചെയ്യാം. അപ്പൊ ജീം എന്ന അടയാളം, ചെറിയൊരു ജീം മുകളിൽ കണ്ടാൽ മനസ്സിലാക്കുക അവിടെ വഖഫ് ചെയ്യുകയോ ചേർത്ത് ഓതുകയോ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. കൂടുതൽ വിശുദ്ധ ഖുർആനിന്റെ അറിവുകൾ നേടാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.